എന്നാ മക്കളെ ഇനി വൈകിക്കണ്ട, വേഗം അമ്പലത്തിലേക്ക് ചെല്ല്. അമ്മേ ഞങ്ങൾ ഇറങ്ങും, വാടി പോവാം. ആകാരകാന്തിജിതവാരിതധാരിതാരേ ശ്രീകാന്തകാന്തമുഖപങ്കജചക്രപാണേ ആകാംക്ഷിതപ്രദ സദാ ശരണാഗതാനാം ശ്രീവാതമന്ദിരപതേ തവ സുപ്രഭാതം. ആൻറ്റി, നൈറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് രസമുണ്ട് അല്ലടാ അഗ്നി? നിങ്ങളിവിടെ ആദ്യമായിട്ടല്ല മക്കളെ, ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് വീശും. അതെ ആൻറ്റി, ഞങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ്, ബട്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ശരിയാ, എനിക്കിവിടെ ഇഷ്ടമായി. ഇനി ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഓ ചുമ്മാ എന്നിട്ട് ബോറടിക്കുന്നു. ദേവു, നീ ഒരു പാട്ട് പഠിക്കേ, അത് സിറ്റുവേഷനനുസരിച്ചുള്ള ഒരു പാട്ട്. അത് ശരിയാ, ദേവ ചേച്ചിയുടെ പാട്ടൊക്കെ നല്ല രസമാണ്. വേഗം ഒരു പാട്ട് പഠിക്കുക ചേച്ചി. ഞാനോ? അതൊക്കെ വേണോ? വേണ്ട. വേണം. ഈ രാത്രി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു പാട്ട് പഠിക്കേ, വേഗം നാട്ടെ. ദേവ ചേച്ചി പാട്ട് സൂപ്പറായിരുന്നു. അതെ ദേവ് മോളെ, പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഓ ചുമ്മായിരുന്നു ബോറടിക്കുന്നത്. അതെ, എനിക്കും ശരിക്കും ബോറടിക്കുന്നുണ്ട്. ഹലോ ഗേൾസ്, ഇവിടെ എന്തെടുക്കുക? ഓ ഞങ്ങൾ ചുമ്മാ ബോറടിച്ചിരിക്കുമായിരുന്നു. ആണോ? എനിക്കൊരു പണി തരാം. ഞങ്ങൾ ഈ വീട് മുഴുവൻ ചുറ്റി കാണിച്ചു തരാമോ? അതിനെന്താ ഏട്ടാ, വാ പോരെ. ஒரு முறை வந்து பாராயோ
ഇവിടെ നല്ല ഹോറർ ലുക്ക് ഉണ്ടല്ലോ. ഡേ, നമുക്ക് ആ റൂമിലൊന്ന് പോയാലോ? അയ്യോ, അങ്ങോട്ടേക്ക് ആരും പോരുന്ന അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ? അതൊക്കെ ഒരു വലിയ കഥയാ. അതെന്ത് കഥ? പാ, ഇരിക്ക്, പറഞ്ഞുതരാം. അയ്യോ, ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്കിവിടെ നിന്നിട്ട് പേടിയാവും. വാ, നമുക്ക് പോവാം. അതെ, അധികം നേരം ഇവിടെ ഇരിക്കണ്ട, വാ പോവാം. ആ, അതൊന്നും ഇവിടെ ഇരുന്ന പ്രശ്നം. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പറയുന്ന കേക്ക്, വാ പോവാം. എനിക്ക് ഇവിടെ നിന്നിട്ട് എന്താ പോലെ തോന്നുന്നു. വാ, നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുള്ളത്, നാളെ നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പോയി കിടന്നു. ആ, ഓക്കേടാ. அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? ஆராது? நான் தான், நாகவல்லி. ചേച്ചി, ആ മേലത്തെ തുറക്കാത്ത റൂമിലാണല്ലോ സൗണ്ട് കേൾക്കുന്നത്.
എന്ത് സൗണ്ട്? എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ശരിക്കും കേട്ടു, ആരോ നൃത്തം ചെയ്യുന്ന പോലെ ഒരു സൗണ്ട്. ശരിയാ, നമ്മളിന്ന് അവരെ കൊണ്ട് മേലിലൊക്കെ പോയില്ലേ, അപ്പോഴും എന്തൊക്കെയോ പോലെ സൗണ്ടൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഇപ്പോഴും എന്തേ ആരോ നൃത്തം ചെയ്യുന്ന പോലെ ഒരു സൗണ്ട്. നിങ്ങളിങ്ങനെ പേടിക്കാതെ വാ, നമുക്കൊന്ന് പോയി നോക്കാം. കയ്യും കാലും വിറച്ചിട്ട് മുട്ടുന്നേ. അയ്യേ ചേച്ചി ഇത്ര ഉണ്ടായിരുന്നു. ഷെയിം. പൊടി, മനുഷ്യനോട് പേടിച്ച് പിടിച്ചിട്ട് പാടില്ല. അതല്ല ഞാൻ ആലോചിക്കുന്നത്, പാദയാത്രയ്ക്ക് പ്രയത്നം കയറി ഡാൻസ് കളിച്ചിട്ട് എന്ത് കിട്ടുമെന്ന്. ഓ, ഇങ്ങനെ ബുദ്ധിയില്ലാത്തതൊന്ന്. എൻ്റെ കൂടെ മിണ്ടാത്ത പോവാ. ആ തുറക്കാത്ത പഴയ റൂമിൽ നിന്ന് ശബ്ദം കേട്ടെ. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. ആ, അത് ശരിയാ. പിന്നെ എല്ലാവരും കൂടെ നിന്നോണേ, എനിക്ക് പേടിയാ. ഗുഡ് മോർണിംഗ് ദേവു. ഗുഡ് മോർണിംഗ് ചേച്ചി. ദേവുട്ടി, നിങ്ങളിവിടെയൊക്കെ ഉണ്ടായിരുന്നു? എന്താടാ നോക്കി വെള്ളം ഓർക്കുന്നത്? നീ സൂക്ഷിച്ച് സംസാരിക്കടി, നീ അങ്ങോട്ടാ കയറി പോകാം. അത് ചോദിക്കും, നിങ്ങളാരാട്? കാണാൻ കൊള്ളുന്ന പെൺപിള്ളേരെ കാണുമ്പോൾ നിന്നെപ്പോലെയുള്ളവർക്കൊക്കെ തോന്നുന്ന ഞരമ്പിൻ്റെ അസുഖം ഇതൊക്കെ. നീ സൂക്ഷിച്ച് സംസാരിക്കടി. ദേവുവിൻ്റെ ചേച്ചി ഏതാണ് ഞാൻ വെറുതെ വിട്ടെ. അതൊരു പാവം. പൂച്ചയുടെ മുഖം, കാട്ടുപോത്തിൻ്റെ സ്വഭാവം. കാട്ടുപോത്ത് നിങ്ങളാടോ? അടങ്ങിയിരിക്കുക ചേച്ചി. ഏട്ടൻ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ദേവ് പറഞ്ഞോട് ഞാൻ വെറുതെ വിടുന്നു. ഓ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ച് വളർത്തും. ഡേ, ആ മതി നിർത്ത്.